കിഫ്ബിക്ക് വേണ്ടി വൻ അഴിമതിയും 2150 കോടി രൂപയാണ് മസാല ബോണ്ട് ഇനത്തിൽ കിഫ്ബിക്ക് ലഭിച്ചത്. എന്താണ് ഈ മസാല ബോണ്ട്? അന്തർദേശീയ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ രൂപയിൽ കടപ്പത്രം എടുക്കുന്നതിനാണ് ഈ മസാല ബോണ്ട്. അന്ന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ഇങ്ങനെയൊരു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന് കിഫ്ബി ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെയാണ് ഈ 2150 കോടി രൂപ വാങ്ങാനുള്ള തീരുമാനമെടുത്തത്. ഇതിൽ 9.72% പലിശ കാനഡയിലെ CDPQ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് ലാവ്ലിൻ കമ്പനിയിൽ 20% അവർക്ക് ഷെയറുണ്ട്. ലാവ്ലിൻ കമ്പനി 40% ഷെയർ വിറ്റപ്പോൾ അതിൽ 20% എടുത്തത് ഈ CDPQ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇത് ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് 9.72% പലിശയ്ക്ക് ഈ മസാല ബോണ്ട് വിറ്റത്. കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി നമ്മൾ ഫ്രഞ്ച് കമ്പനിയുമായ ADF-ൽ നിന്ന് ഏതാണ്ട് 1350 കോടി രൂപ കടമെടുത്തിരുന്നു. പലിശ എത്രയെന്നറിയാമോ? 1.5%. കൊച്ചി മെട്രോ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി നമ്മൾ കടമെടുത്തത് ജർമ്മൻ കമ്പനിയിൽ നിന്നാണ്. ആ 582 കോടി വാങ്ങി. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ് 1.55% ആണ്. ഇന്ത്യൻ ബാങ്കുകളിൽ 7%-8% പലിശയ്ക്ക് പണം കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് വാങ്ങാതെ CDPQ എന്ന് പറയുന്ന ലാവലിനുമായി ബന്ധമുള്ള ഈ കമ്പനിക്ക് ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി മസാല ബോണ്ട് കൊടുത്തതാണ് ഏറ്റവും വലിയ ആക്ഷേപം. 1045 കോടി രൂപയാണ് 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ കമ്പനിക്ക് കിട്ടിയത്. 1045 കോടി രൂപ. അത്രയും വലിയ തുക ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഈ അവിടുത്തെ കമ്പനി പ്രതിനിധികൾ വന്ന് അവര് കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച ശേഷമാണ് ഈ ഇടപാട് ഫൈനലൈസ് ചെയ്യുന്നത്. തോമസ് ഐസക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കള്ളം. അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് പ്ലേസ്മെന്റ് അല്ല പബ്ലിക് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് CDPQ എന്ന കമ്പനി ഷെയർ വാങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന കാലഘട്ടത്തിന്റെ മുഴുവൻ രേഖയും ഞാൻ അന്ന് പുറത്തു കൊണ്ടുവന്നതാണ്. ഇതൊരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ 1045 കോടി രൂപ കേരളത്തിലെ ജനങ്ങളുടെ പണം ഈ കമ്പനിക്ക് നൽകി അവരെ സന്തോഷിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ലാവലിൽ ചെയ്ത ഉപകാരത്തിനുള്ള പ്രത്യുപകാരമാണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്.
പിന്നെ ED നോട്ടീസിലൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ED ഓരോ നോട്ടീസ് അയക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും PA മാർക്കൊക്കെ നോട്ടീസ് അയച്ചല്ലോ. പിന്നെന്തെങ്കിലും കേട്ടോ? ശിവശങ്കരൻ ജയിലിൽ പോയി എന്നുള്ളതല്ല, പിന്നീട് വല്ലതും ഉണ്ടായോ? മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉണ്ടായി, നോട്ടീസ് അയക്കുന്നു. കുടുംബത്തിനെതിരായി നോട്ടീസ് അയക്കുന്നു. വല്ല നടപടി ഉണ്ടായോ? അപ്പോൾ ഈ നോട്ടീസ് CPM-നെ സഹായിക്കാനുള്ള BJP-യുടെ ഒരു തന്ത്രമാണ്. ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്. മസാല ബോണ്ടിലെ അഴിമതി അതന്വേഷിക്കാനല്ല ഇവർ മുന്നോട്ട് വന്നത്. ശരിയായി പറഞ്ഞാൽ ഈ മസാല ബോണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 293 ആർട്ടിക്കിൾ 293 ഒന്നനുസരിച്ച് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് എടുക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അനുവാദമില്ല. അല്ലെ പ്രത്യേക അനുവാദം വാങ്ങണം. RBI വാങ്ങിച്ചാൽ RBI അധികാരമില്ല. RBI ഈസ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ. RBI ഭരണഘടനയ്ക്ക് അതീതമല്ല. തന്നെയുമല്ല, RBI പിന്നെ ഇത്തരം ഉത്തരവുകൾ ആർക്കും കൊടുത്തിട്ടുമില്ല പിന്നീട്. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായി ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പരിപാടിയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴിത് കൊണ്ടുവന്ന എന്തിനാണ്? ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഗവൺമെന്റിനെ സഹായിക്കാനാണ് BJP. അതോടെ ED കാണിച്ച് പേടിപ്പിക്കാൻ തോന്നുന്നു. ED കാണിച്ച് ആരെ പേടിപ്പിക്കാനാണ്? ഇത്രയും നാളത്തെ നമ്മുടെ അനുഭവം എന്താണ്? ED നോട്ടീസ് അയക്കുന്നു, അവർ അവസാനിക്കുന്നു. ഇത് കൂട്ടുകച്ചവടമാണ്, അന്തർധാരയാണ്. ഇത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. കിഫ്ബിയിലൂടെ വൻ വികസനം നടക്കും. 1 ലക്ഷം കോടി രൂപയുടെ വികസനം. ഞാൻ അതിന്റെ ഒരു കണക്ക് പറയാം. 1183 പ്രോജക്റ്റുകൾ 7043 കോടി അപ്രൂവ് ചെയ്തു. 693 പ്രോജക്റ്റുകൾ മാത്രമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തുടങ്ങിയത്. 60% ഫണ്ട് പോലും വികസനത്തിന് ചെലവഴിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് കടം വാങ്ങുന്നത്? കിഫ്ബി എന്ന് പറയുന്നതിന്റെ ഫണ്ടിന്റെ സ്രോതസ് എവിടുന്നാണ്? ഞാനും നിങ്ങൾ പഠിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിന് 2 രൂപ വെച്ച് കിഫ്ബിയിലേക്ക് പോകും. ഈ ഫണ്ട് അവിടെ കിടക്കുകയാണ്. ഈ ഫണ്ട് കിടക്കുമ്പോൾ 60% പോലും ചെലവഴിച്ചിട്ടില്ല. മൊത്തം ഇവര് 10 വർഷത്തിനിടയിൽ 693 പ്രോജക്റ്റുകൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. എന്നിട്ടാണ് രാജ്യം മുഴുവൻ, സംസ്ഥാനം മുഴുവൻ വൻ വികസനം ഉണ്ടായത്. എന്ത് വികസനം ഉണ്ടായത്? എനിക്കറിയാമെന്ന് ചോദിക്കാം. എന്ത് വികസനമാണ് ഉണ്ടായത്? ആകെ അവർ ചെയ്യുന്നത് റോജി എം ജോണിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി എത്ര പരസ്യം കൊടുത്തെന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ്. ഇവിടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഓരോ വർഷവും അവർ കൊടുത്തിട്ടുള്ളത്. മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും ചെറിയ പരസ്യങ്ങൾ കൊടുത്തിട്ട് ചിന്താ പബ്ലിക്കേഷൻസിനും ദേശാഭിമാനിക്കും അതോടൊപ്പം തന്നെ വ്യക്തികൾക്കും കോടികൾ കൊടുക്കുകയാണ്. ഓരോ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കുകയാണ്. എന്ത് പരസ്യമാണ്? കേരളത്തിൽ അറിയപ്പെടുന്ന ഏഷ്യാനെറ്റ്, മനോരമ, അല്ലെങ്കിൽ 24 തുടങ്ങിയിട്ടുള്ള മാതൃഭൂമി ഇങ്ങനെയുള്ള ചാനലുകൾക്കൊന്നും പരസ്യമില്ല. മറ്റുള്ള വ്യക്തികൾക്കാണ് പരസ്യമില്ല. അപ്പൊ കേരളത്തിൽ പെയ്ഡ് ന്യൂസിന്റെ സംസ്കാരം കിഫ്ബിയിലൂടെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ കിഫ്ബി ഒരു വെള്ളാനിയാണ്. ഇത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇതിൽ വൻതോതിലുള്ള വികസനവും നടന്നിട്ടില്ല. മാത്രവുമല്ല, ഇതിൽ വൻതോതിലുള്ള അഴിമതി വ്യക്തമാണ്. ഇത് എന്തെങ്കിലും സത്യം പുറത്തു വരുമല്ലോ. ഇത് അന്വേഷിക്കാൻ വേണ്ട കാര്യമാണ്. സമഗ്രമായ ഒരു അന്വേഷണത്തിന് വഴിതെളിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെയാണ് ശബരിമല പ്രശ്നം. ശബരിമലയിൽ ഇനി മന്ത്രിമാർ ജയിലിൽ പോകേണ്ടതാണ് അടുത്ത ഘട്ടം. 2 CPM-ന്റെ നേതാക്കന്മാർ ജയിലിലായി.
ആ ജയിലിലായ ആളുകൾക്ക് നേരെ പാർട്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? നടപടി സ്വീകരിച്ചാൽ അവര് പലതും തുറന്നു പറയുമെന്ന് പേടിച്ചാണ്. അപ്പോൾ ശബരിമല വിഷയത്തിൽ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ സ്വർണം അടിച്ചു മാറ്റിയ സംഭവം CPM വളരെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഗവൺമെന്റ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ജനങ്ങൾക്കൊരു ആശ്വാസമുള്ളത്. അതുകൊണ്ട് ഈ കേസിലെ പ്രതികൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. വളരെ ഉന്നതരായ നേതാക്കന്മാർ കേസിൽ പ്രതിയായിട്ടും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മന്ത്രിമാരെ ചോദ്യം ചെയ്യണം. മന്ത്രിമാരുടെ ഉത്തരവാദിത്വം അറിയണം. ആ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ വസ്തുതകൾ ഇനിയും പുറത്തു വരാൻ പോകുന്നുള്ളൂ. ഇല്ല, അവരാകെ ചെയ്തത് റിസർവ് ബാങ്കിന്റെ ഒരു അനുമതി വാങ്ങിയതാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടനയുടെ 293(1) അനുസരിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റിന് അന്തർദേശീയ മാർക്കറ്റിൽ പോയി ഇന്ത്യൻ റുപ്പിയിൽ അങ്ങനെ ബോണ്ട് ഇറക്കാൻ കഴിയില്ല. അത് തെറ്റാണ്, ഫെമ നിയമങ്ങൾക്കെതിരാണ്. RBI എന്ന് പറയുന്നത് ഒരു സ്ഥാപനം, ഒരു സ്ഥാപനമാണ്. മീൻസ് ഭരണഘടനയ്ക്ക് അതീതമൊന്നും അല്ലല്ലോ. അപ്പൊ ഭരണഘടനയ്ക്ക് അതീതമായൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഫെമ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പറയേണ്ട കാര്യം എന്താ? നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അഴിമതികൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇത് ആർക്കായി പരസ്യം കൊടുത്തത്? ഈ പരസ്യം മുഴുവൻ ഓരോ വ്യക്തിയുടെ പേര്. ഒരു രാമേന്ദ്രൻ 2 കോടി രൂപ ചുമ്മാ വ്യക്തികൾക്ക് കൊടുക്കാന്നേ. ഒരു തിലകൻ 1,11,00,000 രൂപ. ഒരു രാജേന്ദ്രൻ 3 ലക്ഷം. അങ്ങനെ ഓരോ ഫൗണ്ടേഷന് അങ്ങനെ ഉള്ളവർക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളീയം 49 കോടി കൊടുക്കുകയാണ്. KSI ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. നിയമസഭയിൽ തന്ന ഉത്തരവാണ്. മനസ്സിലായില്ല? അത് വേറെ ഗവൺമെന്റ് പരസ്യം കൊടുക്കുന്നതും എല്ലാ കാലത്തുള്ള. കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പരസ്യം കൊടുത്ത് ഏത് പത്രങ്ങൾക്കാണ് കൊടുക്കുന്നത്? അത് നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരവാണ്. അത് പേടി ന്യൂസിന്റെ ഒരു സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ കിഫ്ബി വഴി പാർട്ടി ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം. ഇവിടെ 7%, 6%, 1.5% ഒക്കെ ലോൺ അവൈലബിൾ ആയ സാഹചര്യത്തിൽ 9.72% പണമെടുക്കേണ്ട എന്ത് കാര്യം? ഞാൻ കൊച്ചി മെട്രോയുടെ കാര്യം പറഞ്ഞു, 1.5%. അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയുടെ കാര്യം പറഞ്ഞു, അത് 1.55%. അവൈലബിൾ ആണ് മാർക്കറ്റിൽ പണം. അത് കൊടുക്കാതെ, അത് വാങ്ങാതെ ഇവര് കാനഡയിലെ ക്യൂബിക് പ്രവിശ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ലാവ്ലിംഗ് കമ്പനി ഉള്ളത്. ആ ലാവ്ലിംഗ് കമ്പനിയുടെ ഷെയറിന്റെ 20% ഏറ്റെടുത്തിട്ടുള്ള CDPQ എന്ന കമ്പനിക്ക് കൊടുത്തതാണ് ഇവിടെ പ്രശ്നം. ED നോട്ടീസ് ഞങ്ങൾക്കൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. കാരണം ED ഏത് നോട്ടീസ് കൊടുത്താലും രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണം അത് പിന്നെ മുന്നോട്ട് പോവില്ല. അത് അന്വേഷിക്കട്ടെ. അല്ല, ഇപ്പോഴത്തെ അന്വേഷണം നടക്കട്ടെ. ഞാൻ എന്റെ ഫുൾ റിപ്പോർട്ട് വായിച്ചില്ല. 700-800 പേജ് ഉണ്ടെന്നാ പറഞ്ഞത്. ഏതാ? ഒരു വിശ്വാസമില്ല. ഒരു വിശ്വാസമില്ല. കാരണം കഴിഞ്ഞകാല അനുഭവമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ നിരവധിയായ ആരോപണങ്ങൾ വന്നിട്ട്
നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസ് അവിടെ തീരുകയാണ്. പിന്നെ എങ്ങനെ വിശ്വസിക്കും? ഞാനീ പറഞ്ഞ ക്രമക്കേട് CNTG കണ്ടെത്തിയതാ. അപ്പൊ ഐസക് എന്തായി? തോമസ് ഐസക് എന്ത് ചെയ്തു? നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആർക്കെതിരാണ്? CNTGക്കെതിരായി. അന്ന് ഞങ്ങൾ പറഞ്ഞത് കബളിപ്പിക്കലാണ്. CNTGക്കെതിരായി പ്രമേയം പാസ്സാക്കിയ നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിഡിത്തം. CNTG ഭരണഘടനാ സ്ഥാപനമാണ്, അവർക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കുക. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. പ്രശ്നമാണ്. നമുക്ക് തന്നെ അറിയാം, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് ധനകാര്യ കമ്മീഷന്റെ മുമ്പിലും എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ആവശ്യപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഡിവിസിബിൾ പൂളിൽ നിന്ന് നമ്മുടെ ഓഹരി വർദ്ധിപ്പിക്കണം. നമുക്ക് തരുന്ന സ്റ്റേറ്റുകൾക്ക് നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കണം. അതൊക്കെ നമ്മൾ എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നതാണ്. 50-50 ആക്കണം. 50 കേന്ദ്രം, 50 സ്റ്റേറ്റ്. ഇതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണന അവർ കാണിക്കുന്നുമുണ്ട്. അതല്ല, അതിനകത്ത് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന, അതിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങൾക്ക് സുതാര്യത ഉണ്ടാകണം. അതാണ് നമ്മുടെ പോയിന്റ്. സുതാര്യമല്ലാത്ത ഇടപാടുകൾ വരുമ്പോഴാണ് നമ്മളിത് ഉന്നയിക്കുന്നത്. കിഫ്ബിയിലൂടെ നടന്ന ഇടപാടുകൾക്ക് സുതാര്യതയില്ല. ആ സുതാര്യത ഉണ്ടായിരുന്നെങ്കിൽ 1045 കോടി രൂപ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇത്രയും വലിയൊരു തുക പലിശയ്ക്ക് കൊടുക്കേണ്ടതില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിനുശേഷം ഈ CDPQ മസാല ബോണ്ട് വാങ്ങിച്ച ശേഷം പിന്നെ ഈ മസാല ബോണ്ടിനെ പറ്റി ആരും കേട്ടിട്ടുണ്ടോ? പിന്നെ മസാല ബോണ്ട് ആരും വിറ്റോ? ആരും വാങ്ങിയോ? അപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടി പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തി 1045 കോടി രൂപ പലിശ ഇനത്തിൽ നൽകി എന്നുള്ളതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം. ഇന്നിപ്പോ ഗവൺമെന്റുകൾ ഇരിക്കുന്നതുകൊണ്ട് അവരിതാരും അന്വേഷിക്കുന്നില്ല. പക്ഷെ നാളെ ഇത് അന്വേഷിക്കേണ്ടി വരും. അല്ല, എന്താ എവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ പൈസ? ഞാനും നിങ്ങളും പെട്രോൾ അടിക്കുന്ന അതിനകത്ത് നിന്ന് 2 രൂപ വീതം വാങ്ങിച്ചിട്ടേ അല്ല, ഈ കിഫ്ബിയുടെ പണം എവിടെ നിന്നുള്ളതാണ്? ഞാനും നിങ്ങളും അടിക്കുന്ന പെട്രോളിനകത്ത് 2 രൂപ എടുത്താ അപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യപ്പെട്ടതല്ലേ? അതിലാണ് ഈ തട്ടിപ്പുണ്ടായതെന്നാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, വികസനത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ നിങ്ങളോട്. പിണറായി മുഖ്യമന്ത്രി ഇന്നലെ ദുബായ് പ്രസവിച്ച 1 ലക്ഷം കോടി രൂപയുടെ വികസനം ഉണ്ടായിട്ടില്ല. കണക്കുകൾ ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്കകത്ത് ഇല്ലല്ലോ, പിന്നെ അങ്ങനെ വെല്ലുവിളി. പാർട്ടിയെ സസ്പെൻഡ് ചെയ്തില്ല. അല്ല, ഇതിനു മുമ്പ് ചില MLA-മാർ ഇതുപോലെ വിളിച്ച് നടന്നിരുന്നല്ലോ. അന്ന് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. അവരെ ആരും പിടിക്കണമെന്നും ആരും പറയുന്നില്ലല്ലോ. അത് ഞങ്ങളുടെ ഔദ്യോഗിക പത്രങ്ങളിലൊന്നുമില്ല. സസ്പെൻഷൻ അല്ലല്ല, അത് ഒന്നുമല്ല. ഒരു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ത് നടപടി സ്വീകരിക്കുന്നത്. ഒരു മിനിറ്റ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ആരും എഴുതി കൊടുത്തല്ല, മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. കോൺഗ്രസ് പാർട്ടി ആ വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൂടി ആലോചിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി. കോൺഗ്രസ് ഉന്നതമായ ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇതേപോലെ സമാന സംഭവങ്ങളിൽ
പ്രതികളായി MLA അകത്തിരിപ്പുണ്ട് അസംബ്ലിയിൽ. അവരെ പറ്റി ഒരു നടപടി എന്നിട്ട് അവർക്ക് പാർലമെന്റ് സീറ്റ് കൂടെ കൊടുക്കുകയാണ് അഭിനന്ദിച്ചുകൊണ്ട്. ഈ ചെയ്ത നടപടിയിൽ താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ പാർലമെന്റ് സീറ്റ് കൂടെ കൊടുക്കുകയാണ്. അപ്പൊ ആർക്കും ധാർമ്മിക രോഷമില്ലായിരുന്നല്ലോ. ഞങ്ങൾക്കൊരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒളിച്ചാടെ കേരള പോലീസ് പിടിക്കട്ടെന്ന് അവര് പിടിക്കട്ടെന്ന് ഞങ്ങൾക്ക് ശബ്ദം തെളിവാണല്ലോ, ശക്തമായ തെളിവാണ്. മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള വിഷയമാണത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ സസ്പെൻഷൻ നടപടി ഒളിച്ചുകളി പോലെ കാണുന്നത്. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് പാലക്കാട് സജീവമായിരുന്നതിന് തൊട്ട് മുമ്പ് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ ഡിസ്മിസ് ആവുന്നില്ല. അത് ആലോചിക്കാം. നിങ്ങളുടെ സജഷൻ ഞങ്ങൾ ആലോചിക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നല്ല മുന്നേറ്റമാണ്. അത് പ്രത്യേകിച്ച് വയനാട്ടിൽ എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും 59 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും 103 മുനിസിപ്പൽ ഡിവിഷനിലും 450 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി വളരെ ആവേശത്തോടെ പ്രവർത്തന രംഗത്താണ്. മികച്ച വിജയം വയനാട്ടിൽ UDF നേടിയെടുത്തു. ഞാൻ KPC പ്രസിഡന്റായിരുന്നു 2010 ഒറ്റ പഞ്ചായത്താണ് പോയത്. എൻ്റെ പേര് തിരുനെല്ലി. ബാക്കി എല്ലാ പഞ്ചായത്തും വന്ന് കിട്ടിയത്. അതേ സാഹചര്യം തിരുനെല്ലി കൂടി പിടിച്ച് എല്ലാ 100% സീറ്റുകൾ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ നേടുവാനുള്ള നടപടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു പരാതി ഇവിടുന്ന് വന്നിട്ടില്ല. എല്ലാവരും ഇവിടെ നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFന് വയനാട് വൻതോതിലുള്ള വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസം. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് മന്ത്രിമാർ ജയിലിൽ പോകേണ്ടി വരുമെന്ന്. അടുത്ത ഊഴം മന്ത്രിമാരുടെയാണ്. കാരണം മന്ത്രിമാരുണ്ടെന്നാണല്ലോ, അല്ലെങ്കിൽ ഉന്നതരായ ആളുകൾ ഉണ്ടെന്നാണല്ലോ പത്മകുമാർ പറഞ്ഞതായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തത്. ഞാൻ മാത്രമല്ല, വേറെ ആളുകളുണ്ട്, എന്നെ മാത്രം ബലിയാടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ വാർത്ത വരുന്നു. പക്ഷെ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ ഇനിയും ആളുകൾ ജയിലിൽ പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അടകംപള്ളി ആയിരുന്നല്ലോ അന്നത്തെ കാലത്തെ മന്ത്രി. ഞാൻ പിന്നെ അങ്ങനെ വ്യക്തിപരമായി പറയണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ KPCC യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ സ്ഥലം കണ്ടെത്താനാണ് ഇപ്പോൾ DCCയോട് ആവശ്യപ്പെട്ടത്. സ്ഥലം അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എടാ, ഗവൺമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പിന്നാണ് ഞങ്ങള്. ഇപ്പൊ മുൻകൂട്ടി പറയുന്ന മുഴുവൻ പിക്ചറും തരാം. ആദ്യം പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ കുഴപ്പമില്ല. നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യം അതിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ CPM അല്ല. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ. ഇതിലേക്ക് ഈ എലക്ഷൻ സ്റ്റേറ്റിൽ ഉയരുന്ന ഭീഡ് ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികളാണ്. കോൺഗ്രസ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വം പറഞ്ഞിട്ടാണ് കർണാടക ഗവൺമെന്റ് 20 കോടി രൂപ അതിലേക്ക് കൊടുത്തു. ബഹുമാന്യനായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ മുഴുവൻ പാർലമെന്ററി പാർട്ടി അംഗങ്ങളും ഞങ്ങളുടെ 1 മാസത്തെ ശമ്പളം ഗവൺമെന്റിലേക്ക് ഇതിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. ഈ എലക്ഷൻ സ്റ്റേറ്റിൽ ഉയരുന്നത് സർക്കാരിന്റെയും പാർട്ടിയുടെയും എന്നുള്ളതായിരിക്കുന്ന ഒരു വിവക്ഷ.
സർക്കാർ എല്ലാവരുടേതും അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം. അപ്പോ ചില ആളുകൾ അവിടെ ഒന്നും കേട്ട് വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടെച്ചാൽ അവരുടെ പാർട്ടിയുടെ ഒരു സംവിധാനം പോലെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പാർട്ടിയുടേതല്ല, അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണ്, സർക്കാരിൻ്റെതാണ്. രണ്ട്, പറയട്ടെ, ഞാൻ മറുപടി പറഞ്ഞു തീർന്നില്ല. രണ്ട്, കോൺഗ്രസ് പാർട്ടി ഡിലേ വന്നിട്ടുണ്ട്.